ബഹുമാന്യരായ സഹോദരന്മാരെ, എല്ലാവർക്കും അഭിവാദനങ്ങൾ. അങ്ങനെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ഉടനെ വളരെ ആവേശഭരിതനായ ഒരു സുന്നി പ്രവർത്തകൻ എന്നെ നിലമ്പൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം വെറും സുന്നി മാത്രമല്ല, അദ്ദേഹം ഒരു കോസ്മോപൊളിറ്റൻ സുന്നിയാണ്. എല്ലാ ചിന്താധാരകളെയും, എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ നാഗരികതകളെയും, എല്ലാ വീക്ഷണങ്ങളെയും വളരെ കൗതുകത്തോടു കൂടി, അപഗ്രഥന സ്വഭാവത്തോടു കൂടി സമീപിക്കുന്ന പ്രവണതയുള്ള, പ്രകൃതമുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിലമ്പൂരിലെ ഇലക്ഷൻ, അതിലുണ്ടായ വിജയം, ജനാധിപത്യ ചേരിക്ക് UDFനുണ്ടായ വിജയം വളരെ ആനന്ദതുന്തിലരാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സുന്നി മുസ്ലിയാർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയായ മൗലാന സയ്യിദ് അബുൽ അഅല മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് ഇത്തരമൊരു വിജയം ആര്യാടൻ ഷൗക്കത്തിനുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കോസ്മോപൊളിറ്റൻ സുന്നി എന്നോട് പറയുകയാണ്, ഉസ്താദേ, അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ UDFന് വേണ്ടി അവിടെ മത്സരിച്ചത് മൗലാന മൗദൂദി തന്നെയാണ്. ഞാൻ വളരെ അമ്പരന്ന് പോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ മണ്ഡലത്തിൽ വരാതെ മത്സരിച്ച് വിജയിച്ചത് ഉസ്താദ് കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ മൗലാന സയ്യിദ് അബുൽ അഅല മൗദൂദി ദുനിയാവിലേക്ക് തന്നെ വരാതെ പരലോകത്തിരുന്നു കൊണ്ട് നിലമ്പൂർ ഇലക്ഷനിൽ വിജയിച്ച് കന്നി അംഗത്തിൽ തന്നെ വിജയ ശ്രീലാളിതനായി സ്വന്തം അനുയായികളെയും ശത്രുക്കളെയും അമ്പരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാചാലനായ അദ്ദേഹം തുടർന്നു, മൗലാന മൗദൂദിയാണ് ജനാധിപത്യ ചേരിയിൽ ഏറ്റവും ഉയർന്ന വീക്ഷണമുള്ളയാൾ. ജനാധിപത്യ ബോധം പൗരന്മാരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ഏറ്റവും നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുള്ള ചിന്തകനാണ് മൗലാന സയ്യിദ് അബുൽ അഅല മൗദൂദി. ഇന്ത്യ പാക് വിഭജനത്തെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരു ദേശീയ ബുദ്ധിജീവിയാണ് മൗലാന മൗദൂദി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത പോലെയുള്ള നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ലോകത്തിന് ആവശ്യമുള്ള മൂല്യങ്ങളാണ് ഊന്നി പറയുന്നത് എന്ന് അദ്ദേഹം തുടർന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഒരു താത്വിക വിശകലനം, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. പക്ഷേ എന്നേക്കാളും ഉയർന്ന വായനാപരതയുള്ള ആ കോസ്മോപൊളിറ്റൻ സുന്നി തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, മൗലാന മൗദൂദിയുടെ ഖുർആൻ പരിഭാഷയിൽ ജനാധിപത്യത്തെ, ബഹുസ്വരതയെ, മതേതരത്വത്തെ ഊന്നിപ്പറയുന്ന ഒരുപാട് ആയത്തുകളെ വളരെ നല്ല നിലയിൽ സമകാലിക സമൂഹത്തിന്, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് അനുധാവനം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളരെ വിശാലതയോടുകൂടി വിവരിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്തുകളെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂറത്തുൻ നിസാ 106, 107 ആയത്തുകൾ. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അല്ലാഹു തആല ഈ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു മോഷണ കേസിൽ ഒരു മുസ്ലിം ആണ് യഥാർത്ഥ കുറ്റവാളി, അവനാണ് മോഷ്ടിച്ചത്. എന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ട യഹൂദി നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഒരായത്താണിത്. വലാ തുജാദില അനില്ലദീന യഖ്താനൂന അൻഫുസഹും, തങ്ങളെ തന്നെ സ്വയം വഞ്ചിക്കുന്നവർക്ക് വേണ്ടി
പ്രവാചകരെ താങ്കൾ വാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമൻ. മഹാവഞ്ചകനും കുറ്റവാളിയുമായിട്ടുള്ള ആരെയും അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നില്ല. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അപ്പോൾ കുറ്റവാസനയുള്ള, മോഷണവാസനയുള്ള ഒരു മുസ്ലിം പ്രമാദമായ തരത്തിൽ ഒരു മോഷണ കൃത്യം നടത്തി, ഒരു കളവ് നടത്തി. എന്നിട്ട് നിരപരാധിയായ ഒരു യഹൂദിയാണ്, ഒരു ജൂതനാണ് ആ കുറ്റകൃത്യം നടത്തിയത് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ ചില കുതന്ത്രങ്ങൾ, ചില ഉപായങ്ങളൊക്കെ മോഷ്ടാവായ ഈ മുസ്ലിം സ്വീകരിച്ചു. അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തു. ഈ മുസ്ലിമായ മോഷ്ടാവിന് വേണ്ടി സാമുദായികവാദികളായിട്ടുള്ള ചില മുസ്ലിങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ പടച്ച തമ്പുരാൻ ഈ ഗൂഢാലോചനയെ പൊളിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാണ് ഈ സംഭവത്തിലെ യഥാർത്ഥ കുറ്റവാളി, ഇവിടെ ആരോപിക്കപ്പെടുന്ന യഹൂദി നിരപരാധിയാണ്, അവൻ നിഷ്കളങ്കനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള നിഗൂഢതകളുടെയും ഗൂഢാലോചനകളുടെയും തിരശ്ശീല പടച്ച തമ്പുരാൻ ഉയർത്തുകയാണ് ചെയ്തത് എന്ന് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിൽ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വളരെ പ്രസ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഈ മൗദൂദി സാമുദായികവാദിയാണോ, വർഗീയവാദിയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ജാതിക്കും മതത്തിനും സാമുദായികതയ്ക്കും അതീതമായി മൂല്യങ്ങളെ, ജനാധിപത്യത്തെ, മനുഷ്യാവകാശങ്ങളെ, മനുഷ്യൻ്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനുവേണ്ടി തൂലിക പടവാളാക്കിയ ഒരു ബൗദ്ധിക യോദ്ധാവായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാനീ പറഞ്ഞ നിലമ്പൂരിലെ കോസ്മോപൊളിറ്റൻ സുന്നി ഇവിടം കൊണ്ടും നിർത്തിയില്ല. അദ്ദേഹം പിന്നീട് ഉദ്ധരിച്ചത് സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്: ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. മാനവരാശിയെ, അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ബുദ്ധരും ജൈനരും എല്ലാവരും ഉൾക്കൊള്ളുന്ന മാനവരാശിയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്: ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വമിൻഹാജ. നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും നാം ഓരോ നിയമസംഹിതയും ഓരോ കർമ്മസരണിയും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആയത്തിലൂടെ വൈവിധ്യങ്ങളെ, വൈജാത്യങ്ങളെ, മനുഷ്യരുടെ ഇടയിലുള്ള ചിന്താപരമായ, അനുഷ്ഠാനപരമായ, ആചാരപരമായ, സാംസ്കാരികമായ വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്ന് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ പരിഭാഷ മൗലാന മൗദൂദി അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വംശീയതയ്ക്കോ സാമുദായികതയ്ക്കോ വർഗീയതയ്ക്കോ സാധൂകരണമാകുന്ന തരത്തിൽ ഇതിൻ്റെ അർത്ഥം എഴുതുന്നതിൽ മൗലാന മൗദൂദി യാതൊരു തരത്തിലുള്ള വക്രീകരണവും നടത്തിയിട്ടില്ല എന്ന് നിലമ്പൂരിൽ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആ കോസ്മോപൊളിറ്റൻ സുന്നി എന്നോട് പറയുകയാണ്. ഈ സുന്നിയുടെ വിശകലന പാടവത്തിന് മുന്നിൽ ഒരു നിമിഷാർദ്ധം ഞാൻ അന്ധാളിച്ചു പോയി. കാരണം അദ്ദേഹം ഒരു സുന്നി ആയിരിക്കുമ്പോൾ തന്നെ മൗലാന മൗദൂദി, അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നവർ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നത് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് നിദാനം എന്ന് ഞാൻ മനസ്സിലാക്കി. അത് എനിക്കും അത് പയ്യെ തെളിഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ പിന്നെ ആ കോസ്മോപൊളിറ്റൻ സുന്നി തുടരുകയാണ്. അവിടെ മത്സരിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിലൂടെ മൗലാന മൗദൂദി പരലോകത്തിരുന്ന്, അതായത് ചില ആളുകളിൽ ജിന്ന് കയറിക്കൂടുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഉസ്താദെ, ജിന്ന് കയറിക്കൂടുന്നതിലും മറ്റുമൊക്കെ സുന്നികൾ വിശ്വസിക്കുമ്പോൾ നമ്മളെ പുത്തൻ പ്രസ്ഥാനക്കാർ കളിയാക്കാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ പരലോകത്തിരുന്നു കൊണ്ട് ചില മഹാന്മാർ
ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ ജനാധിപത്യപരമായ അതുപോലെ മതേതര രംഗത്തുള്ള അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി ബഹുസ്വര സംസ്കൃതിയുടെ പോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ മരിച്ചുപോയ ആത്മാക്കൾ കയറിക്കൂടുക, അതുപോലെ ജിന്നുകൾ കയറിക്കൂടുക എന്നൊക്കെ പറയുന്നത്. ഇവിടെ ജനാധിപത്യ മുന്നണിയിൽ മൗദൂദിയാണ് കയറിക്കൂടിയത്. മൗദൂദി സാഹിബിൻ്റെ ആ കയറിക്കൂടൽ UDFൻ്റെ തിളക്കമാർന്ന ഉജ്ജ്വലമായ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് ആ സഹോദരൻ പേർത്തും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സഹോദരൻ തുടർന്നു, വലൗ ശാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ വലാ യസാലൂന മുഖ്തലിഫീൻ. വലൗ ഷാ റബ്ബുക, ഇത് സൂറത്ത് ഹൂദിലെ 118 ആയത്താണ്. വലൗ ഷാ റബ്ബുക, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ, ഈ മനുഷ്യരെ മുഴുവൻ ദൈവം ഒരൊറ്റ സമുദായം ആക്കിയേനെ. എന്നാൽ അങ്ങനെയല്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, ഈ മനുഷ്യർ വ്യത്യസ്തതയുള്ളവർ ആയിക്കൊണ്ടേയിരിക്കും. മതരംഗത്ത്, സമുദായ രംഗത്ത്, അതുപോലെ ജാതികളിൽ, മറ്റു തരത്തിലുള്ള അവരുടെ അസ്തിത്വങ്ങളിൽ, അവരുടെ സ്വത്വങ്ങളിലൊക്കെ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഉള്ളവരായി മനുഷ്യർ ഈ ലോകത്ത് നിലനിൽക്കുക. വലിദാലിക ഖലഖഹും, അതിനുവേണ്ടി തന്നെയാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ അർത്ഥം മൗലാന മൗദൂദി തൻ്റെ ഖുർആൻ പരിഭാഷയിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. യാതൊരു വക്രീകരണവും മൗലാന മൗദൂദി അതിൽ വരുത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള മൗദൂദിയേക്കാൾ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആരാണുള്ളത്? അങ്ങനെയുള്ള മൗദൂദിയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് ആ കോസ്മോപൊളിറ്റൻ സുന്നി എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അദ്ദേഹം തുടർന്നു, യഹൂദിയുടെ മയ്യത്ത് കണ്ടപ്പോൾ, ഒരു ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന മുഹമ്മദ് നബിയെക്കുറിച്ച് മൗലാന മൗദൂദി എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള മൗദൂദി വർഗീയവാദിയാണോ? ആ സഹോദരൻ എന്നോട് ചോദിക്കുകയാണ്. മദീനത്തെ തൻ്റെ പള്ളിയിൽ ഒരു സംഘം ക്രിസ്ത്യാനികളായിട്ടുള്ള പാതിരിമാർ പ്രവാചകനുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അവരെ മദീനത്തെ പള്ളിയിൽ തന്നെ പ്രവാചകൻ ആദരിച്ചിരുത്തിയ സംഭവം, ആ ക്രൈസ്തവ പാതിരിമാരുടെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ക്രൈസ്തവ ആചാരപ്രകാരം പ്രാർത്ഥന നടത്തുന്നതിന് മദീനത്തെ തൻ്റെ പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്രൈസ്തവ പാതിരിമാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിനെക്കുറിച്ച് മൗലാന മൗദൂദി എഴുതിയിട്ടുണ്ട്. ഇത് മൗദൂദി എഴുതിയത് മതേതരത്വത്തിന് വേണ്ടിയല്ലേ, ബഹുസ്വരതയ്ക്ക് വേണ്ടിയല്ലേ, ജനാധിപത്യത്തിന് വേണ്ടിയല്ലേ എന്നാണ് ആ നിലമ്പൂക്കാരൻ എന്നോട് ചോദിച്ചത്. അദ്ദേഹം തുടർന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരുടെ ഏകതയ്ക്ക് വേണ്ടി, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, തീർച്ചയായും ഈ സമൂഹം ഒരേക സമൂഹമാണ് എന്ന മാനവരാശിയുടെ ഏകത്വത്തിൻ്റെ പ്രകാശനത്തിനും അതിൻ്റെ സംസ്ഥാപനത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി നിലകൊണ്ട മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ കന്നി അംഗത്തിൽ തന്നെ നിലമ്പൂരിൽ നിന്ന് തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണം ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം എന്നോട് ഊന്നിപ്പറയാൻ ശ്രദ്ധിച്ചു. അതായത് മൗലാന മൗദൂദിക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഇപ്പോൾ നിലമ്പൂരിൽ വിജയിച്ച സ്ഥാനാർത്ഥി മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അച്ചടി മാധ്യമങ്ങളിൽ പലതും എഴുതിയിട്ടുണ്ട്, പല ഇൻ്റർവ്യൂകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മൗദൂദിയുടെ വിമർശകർ നടത്തിയ രചനകൾ വായിച്ചിട്ടാണ് ഷൗക്കത്ത് അത് പറഞ്ഞത്. മൗലാന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ ഉൾപ്പെടെയുള്ള ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോൾ മൗലാന മൗദൂദിയെ, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തെ മാനവികമായ തലത്തിൽ, ബഹുസ്വരതയുടെ തലത്തിൽ തന്നിലേക്ക് ആവാഹിക്കുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത് എന്ന് ആ കോസ്മോപൊളിറ്റൻ സുന്നി എന്നോട് പറഞ്ഞപ്പോൾ അതിനോട് മുഴുവനായിട്ടും എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കോസ്മോപൊളിറ്റൻ സുന്നിയെക്കുറിച്ചുള്ള എൻ്റെ അഭിമാനകരമായ ആ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ
എന്നോട് ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ നിലയിൽ നിങ്ങൾ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുമാത്രമേ ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളൂ.